ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം 1 അധ്യായം മുതൽ 3 അധ്യായം വരെയും സങ്കീർത്തനങ്ങൾ 113 മുതൽ 118 വരെയും. സംഖ്യ അധ്യായം 1. ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് അവർ പുറപ്പെട്ടതിന്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: വ്യക്തിഗതമായി പുരുഷഗണം മുഴുവന്റെയും പേരുകളുടെ പട്ടികയോടൊപ്പം നിങ്ങൾ ഇസ്രായേലി സമൂഹം മുഴുവന്റെയും അംഗസംഖ്യ അവരുടെ കുടുംബങ്ങളനുസരിച്ച് അവരുടെ പിതൃഭവനമനുസരിച്ച് എടുക്കുവിൻ. ഇസ്രായേലിൽ സൈന്യസജ്ജരായ 20 അതിനു മേലും വയസ്സുള്ള എല്ലാവരെയും നീയും അഹ്റോനും അവരുടെ സൈന്യങ്ങളനുസരിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തണം. ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം നിങ്ങളോടൊത്തുണ്ടായിരിക്കണം. അയാൾ തന്റെ പിതൃഭവനത്തിന് തലവനായിരിക്കും. നിങ്ങളോടൊത്ത് നിൽക്കേണ്ട ആളുകളുടെ പേരുകൾ ഇവയാണ്: റൂബന് വേണ്ടി ഷെദയൂരിന്റെ പുത്രൻ എലിസോർ, ഷിമിയോന് വേണ്ടി സൂരിഷദായിയുടെ പുത്രൻ ഷെലൂമിയേൽ, യൂദായ്ക്ക് വേണ്ടി അബിനാദാബിന്റെ പുത്രൻ നഹ്ഷോൻ, ഇസാക്കറിനു വേണ്ടി സൂവാറിന്റെ പുത്രൻ നെത്താനേൽ, സെബുലൂന് വേണ്ടി ഹേലോന്റെ പുത്രൻ എലിയാബ്, ജോസഫിന്റെ പുത്രന്മാരിൽ പെടുന്ന എഫ്രായിമിനു വേണ്ടി അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ, മനാസേക്ക് വേണ്ടി പെദഹസൂറിന്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിനു വേണ്ടി ഗിദയോനിയുടെ പുത്രൻ അബിദാൻ, ദാനിനു വേണ്ടി അമ്മിഷദ്ദായിയുടെ പുത്രൻ അഹിയേസർ, ആഷേറിനു വേണ്ടി ഒക്രാന്റെ പുത്രൻ പഗിയേൽ, ഗാദിനു വേണ്ടി ദെവുവേലിന്റെ പുത്രൻ എലിയാസാഫ്, നഫ്താലിക്ക് വേണ്ടി ഏനാന്റെ പുത്രൻ അഹിറ. ഇവരാണ് തങ്ങളുടെ പിതൃഗോത്രങ്ങളുടെ നായകന്മാരായി സമൂഹത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവർ. ഇവർ ഇസ്രായേൽ കുലങ്ങളുടെ തലവന്മാരാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഈ ആളുകളെ മോശയും അഹ്റോനും സ്വീകരിച്ചു. 2-ാം മാസത്തിന്റെ 1-ാം തീയതി അവർ സമൂഹം മുഴുവനെയും വിളിച്ചുകൂട്ടി. തങ്ങളുടെ പിതൃഭവനം അനുസരിച്ചുള്ള കുടുംബങ്ങളോട് ചേർത്ത് തലയെണ്ണം അനുസരിച്ചുള്ള പേരുകളുടെ പട്ടികയിൽ 20 അതിനു മേലും വയസ്സുള്ളവരെ അവർ ആളാം പ്രതി ഉൾക്കൊള്ളിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ സീനായ് മരുഭൂമിയിൽ വെച്ച് അവൻ അവരെ എണ്ണിത്തിട്ടപ്പെടുത്തി. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ 20 വയസ്സ് മുതൽ മേൽപോട്ടുള്ള പുരുഷഗണം മുഴുവന്റെയും തലയെണ്ണം അനുസരിച്ചുള്ള പേരുകളുടെ പട്ടികയിലെ സൈന്യസജ്ജരായ എല്ലാവരുമാണ്. റൂബന്റെ ഗോത്രത്തിന്റെ അംഗസംഖ്യ 46,500. ഷിമയോന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ 20 വയസ്സ് മുതൽ മേൽപോട്ടുള്ള പുരുഷഗണം മുഴുവന്റെയും തലയെണ്ണം അനുസരിച്ചുള്ള അംഗസംഖ്യ നാമങ്ങളുടെ പട്ടികയിലെ സൈന്യസജ്ജരായ എല്ലാവരും. ഷിമിയോൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ 59,300. ഗാദിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ഗാദ് ഗോത്രത്തിന്റെ അംഗസംഖ്യ 45,650. യൂദായുടെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. യൂദാ ഗോത്രത്തിന്റെ അംഗസംഖ്യ 74,600. ഇസാക്കറിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ഇസാക്കർ ഗോത്രത്തിന്റെ അംഗസംഖ്യ 54,400. സെബുലൂണിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. സെബുലൂൺ ഗോത്രത്തിന്റെ അംഗസംഖ്യ 57,400. ജോസഫിന്റെ മക്കളായ എഫ്രായിമിയർ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. എഫ്രായിം ഗോത്രത്തിന്റെ അംഗസംഖ്യ 40,500. മനാസ്യർ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. മനാസെ ഗോത്രത്തിന്റെ അംഗസംഖ്യ 32,200. ബെഞ്ചമിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും.
ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ 35,400. ദാനിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ദാൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ 62,700. ആഷേറിന്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. ആഷേർ ഗോത്രത്തിന്റെ അംഗസംഖ്യ 41,500. നഫ്താലിയുടെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ, പേരുകളുടെ പട്ടികയിലുള്ള 20 അതിനു മേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും. നഫ്താലി ഗോത്രത്തിന്റെ അംഗസംഖ്യ 53,400. മോശയും അഹ്റോനും ഇസ്രായേലിന്റെ നായകന്മാർ 12 പേരും. അവർ സ്വപിതൃഭവനത്തിന് ഒരാൾ വീതമായിരുന്നു. തിട്ടപ്പെടുത്തിയ അംഗസംഖ്യയാണിത്. ഇസ്രായേലിയരുടെ മൊത്തം അംഗസംഖ്യ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇസ്രായേലിലെ സൈന്യസജ്ജരായ 20 അതിനു മേലും വയസ്സുള്ള എല്ലാവരുമായിരുന്നു. ആകെ അംഗസംഖ്യ 6,03,550 ആയിരുന്നു. ലേവ്യർ തങ്ങളുടെ പിതൃഗോത്രം അനുസരിച്ച് അവരുടെ ഇടയിൽ എണ്ണപ്പെട്ടില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ലേവി ഗോത്രത്തെ മാത്രം നീ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട. ഇസ്രായേലിയരുടെ ഇടയിൽ അവരുടെ അംഗസംഖ്യ എടുക്കുകയും വേണ്ട. എന്നാൽ നീ ലേവായരെ സാക്ഷ്യത്തിന്റെ ആലയത്തിന്മേലും അതിന്റെ സകല ഉപകരണങ്ങളുടെ മേലും അതിനായുള്ള എല്ലാറ്റിന്മേലും ചുമതലപ്പെടുത്തണം. ആലയവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും അവർ വഹിക്കട്ടെ. അവർ അതിനെ ശുശ്രൂഷിക്കട്ടെ. ആലയത്തിനു ചുറ്റുമായി അവർ പാളയമടിക്കട്ടെ. ആലയം നീങ്ങേണ്ടപ്പോൾ ലേവായരാണ് അത് അഴിച്ചിറക്കേണ്ടത്. ആലയം അടിക്കേണ്ടപ്പോൾ ലേവായരാണ് അത് സ്ഥാപിക്കേണ്ടത്. അതിനെ സമീപിക്കുന്ന അന്യൻ വധിക്കപ്പെടണം. ഇസ്രായേലിയർ പാളയമടിക്കേണ്ടത് തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ചായിരിക്കണം. ഓരോ ആളും തന്റെ പാളയത്തോടനുബന്ധിച്ചും പതാകയോടനുബന്ധിച്ചും. ഇസ്രായേലിലെ സമൂഹത്തിനു മേൽ ക്രോധമുണ്ടാകാതിരിപ്പാൻ ലേവായർ സാക്ഷ്യത്തിന്റെ ആലയത്തിനു ചുറ്റുമായി പാളയമടിക്കണം. സാക്ഷ്യത്തിന്റെ ആലയത്തിന്റെ സുരക്ഷിതത്വം പാലിക്കേണ്ടത് ലേവായരാണ്. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേലിയർ ചെയ്തു. അപ്രകാരം തന്നെ അവർ ചെയ്തു. സംഖ്യ അധ്യായം 2. പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയർ തങ്ങളുടെ പിതൃഭവനം അനുസരിച്ചുള്ള അടയാളങ്ങളോടൊത്ത് ഓരോ ആൾ തന്റെ പതാകയോട് ചേർന്ന് പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് നേർക്കായി ചുറ്റും അവർ പാളയമടിക്കണം. യൂദാ പാളയത്തിന്റെ പതാകയുള്ളവർ തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ച് ഉദയദിശയിൽ കിഴക്ക് ഭാഗത്തേക്കാണ് പാളയമടിക്കേണ്ടത്. യഹൂദിയർക്ക് നായകൻ അബിനാദാബിന്റെ മകൻ നഹ്ശോൻ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 74,600. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നവർ ഇസ്സാക്കർ ഗോത്രം. ഇസ്സാക്കിയർക്ക് നായകൻ സുവാറിന്റെ പുത്രൻ നെത്താനേൽ. അവന്റെ സൈന്യവും അതിന്റെ അംഗസംഖ്യയും 54,400. സെബുലൂൻ ഗോത്രം. സെബുലൂനിയർക്ക് നായകൻ ഹേലോന്റെ പുത്രൻ എലിയാബ്. അവന്റെ സൈന്യവും അതിന്റെ അംഗസംഖ്യയും 57,400. യൂദാ പാളയത്തിന് അവരുടെ സൈന്യങ്ങളനുസരിച്ച് ആകെ അംഗസംഖ്യ 1,86,400. അവരാണ് ആദ്യം നീങ്ങേണ്ടത്. ദക്ഷിണഭാഗത്ത് തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ച് റൂബന്റെ പാളയ പതാക. റൂബന്യർക്ക് നായകൻ ഷെദയൂറിന്റെ പുത്രൻ എലിസൂർ. അവന്റെ സൈന്യവും അതിന്റെ അംഗസംഖ്യയും 46,500. അതിനോട് ചേർന്ന് പാളയമടിക്കുന്നത് ഷിമിയോൻ ഗോത്രം. ഷിമിയോന്യർക്ക് നായകൻ സുരിഷദ്ദായിയുടെ പുത്രൻ ഷെലൂമിയേൽ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 59,300. ഗാദ് ഗോത്രം. ഗാദ്യർക്ക് നായകൻ റെബുവേലിന്റെ പുത്രൻ എലിസാഫ്. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 45,650. റൂബൻ പാളയത്തിന് അവരുടെ സൈന്യവ്യൂഹം അനുസരിച്ച് ആകെ അംഗസംഖ്യ 1,81,450. അവരാണ് രണ്ടാമത് നീങ്ങേണ്ടത്. പാളയങ്ങൾക്ക് മധ്യത്തിലായി ലേവായരുടെ പാളയവും സമാഗമ കൂടാരവും നീങ്ങണം. അവർ പാളയം അടിച്ചതുപോലെ ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനമനുസരിച്ച് പതാകകളോടൊത്തു നീങ്ങണം. പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രായിമിന്റെ പാളയ പതാക അവരുടെ സൈന്യവ്യൂഹമനുസരിച്ച്
എഫ്രായിമ്യർക്ക് നായകൻ അമ്മിഹൂദിന്റെ മകൻ എലിഷാമ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 40,500. അതിനോട് ചേർന്ന് മനാസെ ഗോത്രം. മനാസിയർക്ക് നായകൻ പെദഹസൂറിന്റെ പുത്രൻ ഗമാലിയേൽ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 32,200. തുടർന്ന് ബെഞ്ചമിൻ ഗോത്രം. ബെഞ്ചമിന്യർക്ക് നായകൻ ഗിദയോനിയുടെ പുത്രൻ അബിദാൻ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 35,400. എഫ്രായിമിന്റെ പാളയത്തിന് അവരുടെ സൈന്യങ്ങൾ അനുസരിച്ച് മൊത്തം അംഗസംഖ്യ 1,08,100. അവരാണ് മൂന്നാമത് നീങ്ങേണ്ടത്. വടക്ക് ഭാഗത്ത് ദാനിന്റെ പാളയ പതാക. അവരുടെ സൈന്യങ്ങൾ അനുസരിച്ച് ദാനിയർക്ക് നായകൻ അമ്മിഷദായിയുടെ മകൻ അഹിയേസർ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 62,700. അതിനോട് ചേർന്ന് പാളയം അടിക്കുന്നവർ ആഷേർ ഗോത്രം. ആഷേര്യർക്ക് നായകൻ ഒക്രാന്റെ മകൻ പഗിയേൽ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 41,500. തുടർന്ന് നഫ്താലി ഗോത്രം. നഫ്താലിയർക്ക് നായകൻ ഏനാന്റെ മകൻ അഹീറ. അവന്റെ സൈന്യവും അവരുടെ അംഗസംഖ്യയും 53,400. ദാനിന്റെ പാളയത്തിന് മൊത്ത അംഗസംഖ്യ 1,57,600. അവരാണ് തങ്ങളുടെ പതാകകൾ അനുസരിച്ച് അവസാനമായി നീങ്ങേണ്ടത്. തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇസ്രായേലിയരുടെ അംഗസംഖ്യ ഇതാണ്. തങ്ങളുടെ സൈന്യങ്ങൾ അനുസരിച്ച് പാളയങ്ങളുടെ മൊത്തം അംഗസംഖ്യ 6,03,550. ഇസ്രായേലിയർക്കിടയിൽ ലേവായർ എണ്ണപ്പെട്ടില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അവർ പതാകകൾ അനുസരിച്ച് പാളയമടിച്ചു. അപ്രകാരം തന്നെയാണ് ഓരോരുത്തരും തന്റെ കുടുംബങ്ങൾ അനുസരിച്ച് തന്റെ പിതൃഭവനത്തോട് ചേർന്ന് നീങ്ങിയത്. സംഖ്യ അധ്യായം 3. അഹ്റോന്റെ പുത്രന്മാർ. കർത്താവ് സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ച വേളയിൽ അഹ്റോന്റെയും മോശയുടെയും വംശാവലി ഇവയായിരുന്നു. അഹ്റോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ആദ്യജാതനായ നാദാബും അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരും. പുരോഹിത വൃത്തി ചെയ്യുന്നതിന് പ്രതിഷ്ഠിതരായ അഭിഷിക്ത പുരോഹിതരായ അഹ്റോന്യരുടെ പേരുകളാണിവ. എന്നാൽ സീനായി മരുഭൂമിയിൽ വെച്ച് കർത്തൃസന്നിധിയിൽ നാദാബും അബീഹുവും നിഷിതാഗ്നി അർപ്പിച്ചപ്പോൾ കർത്താവിന്റെ മുമ്പിൽ വെച്ച് മൃതിപ്പെട്ടു. അവർക്ക് പുത്രന്മാരില്ലായിരുന്നു. എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോന്റെ സാന്നിധ്യത്തിൽ പുരോഹിത വൃത്തി ചെയ്തു. ലേവായരുടെ കടമകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ലേവി ഗോത്രത്തെ അടുത്തു വരുത്തി പുരോഹിതനായ അഹ്റോന്റെ മുമ്പിൽ നിർത്തുക. അവർ അവനെ സേവിക്കട്ടെ. ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായുള്ള അവന്റെ ചുമതലയിലും സമാഗമ കൂടാര സന്നിധിയിലുള്ള സമൂഹം മുഴുവന്റെയും ആവശ്യകതയിലും അവർ ജാഗരൂകരാകട്ടെ. സമാഗമ കൂടാരത്തിലെ സകല ഉപകരണങ്ങളിലും ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഇസ്രായേലിയരുടെ ചുമതലയിലും അവർ ശ്രദ്ധിക്കട്ടെ. അഹ്റോനും അവന്റെ പുത്രന്മാർക്കു വേണ്ടിയും ലേവായരെ നീ നിയോഗിക്കുക. ഇസ്രായേലിൽ നിന്ന് അവന് വിശേഷവിധിയായി നൽകപ്പെട്ടവരാണ് അവർ. നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും നിയമിക്കുകയും അവർ തങ്ങളുടെ പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യണം. എന്നാൽ അതിനു മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇതാ, ഇസ്രായേലിയരിൽ നിന്ന് ഗർഭപാത്രം തുറക്കുന്ന ഓരോ ആദ്യജാതനും പകരമായി ഇസ്രായേലിയർക്കിടയിൽ നിന്ന് ലേവായരെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ലേവായർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ ഓരോ ആദ്യജാതനും എന്റേതാണ്. ഈജിപ്റ്റ് ദേശത്തെ ഓരോ ആദ്യജാതനെയും ഞാൻ പ്രഹരിച്ച ദിവസം ഇസ്രായേലിലെ മനുഷ്യർ മുതൽ മൃഗങ്ങൾ വരെയുള്ള ഓരോ ആദ്യജാതനെയും എനിക്കായി ഞാൻ വേർതിരിച്ചു. അവർ എന്റേതാണ്. ഞാനാണ് കർത്താവ്. ലേവ്യരുടെ ജനസംഖ്യ. സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ലേവ്യരെ അവരുടെ പിതൃഭവനമനുസരിച്ചും കുടുംബങ്ങൾ അനുസരിച്ചും നീ എണ്ണുക. 1 മാസവും അതിനു മേലും പ്രായമുള്ള ഓരോ പുരുഷനുമായാണ് അവരെ നീ എണ്ണേണ്ടത്. കൽപ്പിക്കപ്പെട്ടതുപോലെ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം മോശ അവരെ എണ്ണി തിട്ടപ്പെടുത്തി. ലേവിയുടെ പുത്രന്മാർ തങ്ങളുടെ പേരുകളനുസരിച്ച് ഇവരാണ്: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ലിബ്നി, ഷിമെയി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് കൊഹാത്തിന്റെ പുത്രന്മാർ: അമ്രാം, യിസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ.
തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. പിതൃഭവനമനുസരിച്ച് ലേവി കുടുംബങ്ങൾ ഇവയാണ്. ലിബിനി കുടുംബവും ഷിമേയി കുടുംബവും ഗർഷോന്റേതാണ്. ഇവയാണ് ഗർഷോൻ കുടുംബങ്ങൾ. ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ പുരുഷന്മാരുടെയും എണ്ണം അനുസരിച്ചാണ് അവരുടെ അംഗസംഖ്യ. അവരുടെ അംഗസംഖ്യ 7500. ഗർഷോൻ കുടുംബങ്ങൾ ആലയത്തിനു പിന്നിൽ പടിഞ്ഞാറായി പാളയമടിക്കണം. ഗർഷോന്യർക്ക് പിതൃഭവന നായകൻ ലായേലിന്റെ പുത്രൻ എലിഫാസ. സമാഗമ കൂടാരത്തിൽ ഗർഷോന്യരുടെ ചുമതല ആലയം, കൂടാരം, അതിന്റെ ആവരണം, സമാഗമ കൂടാരവാതിലിന്റെ വിരി, അങ്കണമറകൾ, ആലയത്തോട് ചേർന്നും ബലിപീഠത്തോട് ചേർന്നും ചുറ്റുമുള്ള അങ്കണത്തിന്റെ കവാടവിരി, അതിന്റെ ചരടുകൾ എന്നിവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. അമ്രാം കുടുംബവും ഇസ്ഹാർ കുടുംബവും ഹെബ്രോൻ കുടുംബവും ഉസിയേൽ കുടുംബവും കൊഹാത്തിൻ്റെതാണ്. ഇവയാണ് കൊഹാത്ത് കുടുംബങ്ങൾ. ഒരു മാസവും അതിനു മേലും പ്രായമുള്ള ഓരോ പുരുഷന്റെയും എണ്ണത്തിൽ വിശുദ്ധ സ്ഥലത്തിന്റെ ശുശ്രൂഷ ചുമതലയുള്ളവർ 8600. കൊഹാത്തി കുടുംബങ്ങൾ പാളയമടിക്കേണ്ടത് ആലയത്തിന്റെ തെക്കുവശം ചേർന്നാണ്. കൊഹാത്ത് കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ ഉസിയേലിന്റെ മകൻ എലിസാഫാൻ. അവരുടെ ചുമതല പേടകം, മേശ, വിളക്കുകാൽ, ബലിപീഠങ്ങൾ, അവർ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ, തിരശ്ശീല എന്നിവയും അവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. പുരോഹിതനായ അഹരോന്റെ പുത്രൻ എലയാസർ ലേവി നായകന്മാരുടെ നായകനായിരിക്കും. വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യവിചാരിപ്പുകാരുടെ മേൽനോട്ടക്കാരൻ. മഹലി കുടുംബവും മുഷി കുടുംബവും മെറാറിയുടേതാണ്. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. ഒരു മാസവും അതിനു മേലും പ്രായമുള്ള ഓരോ പുരുഷന്റെയും എണ്ണം അനുസരിച്ച് അവരുടെ അംഗസംഖ്യ 6200. മെറാറി കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ അബിഹയിലിന്റെ മകൻ സൂരിയേൽ. ആലയത്തിന്റെ വടക്ക് വശം ചേർന്നാണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയുടെ ശുശ്രൂഷ ചുമതല ആലയത്തിന്റെ ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ എന്നിവയും അതിന്റെ എല്ലാ ഉപകരണങ്ങളും അവയുടെ എല്ലാ ജോലിയും, ചുറ്റുമുള്ള അങ്കണത്തിന്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ എന്നിവയും സംബന്ധിച്ചതാണ്. ആലയത്തിനു മുന്നിലായി കിഴക്കുവശത്ത് സമാഗമ കൂടാരത്തിനു മുന്നിൽ ഉദയദിശയിൽ പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവന്റെ പുത്രന്മാരുമാണ്. ഇസ്രായേലിയരുടെ ആവശ്യത്തിനായി ശ്രീകോവിലിന്റെ കാര്യവിചാരിപ്പുകാരാണ് അവർ. എന്നാൽ അതിന് മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവിന്റെ നിർദ്ദേശപ്രകാരം മോശയും അഹ്റോനും ഒരു മാസവും അതിനു മേലും പ്രായമുള്ള ഓരോ പുരുഷന്റെയും എണ്ണമെടുത്തപ്പോൾ കുടുംബമനുസരിച്ച് ലേവായരുടെ മൊത്തം അംഗസംഖ്യ 22,000 ലേവ്യർ ആദ്യജാതർക്ക് പകരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേലിൽ ഒരു മാസവും അതിനു മേലും പ്രായമുള്ള ഓരോ ആൺകടിഞ്ഞൂലിനെയും എണ്ണത്തിട്ടപ്പെടുത്തുക. അവരുടെ പേരുകളുടെ പട്ടിക തയ്യാറാക്കുക. ഞാനാണ് കർത്താവ്. എനിക്കു വേണ്ടി നീ ലേവായരെ ഇസ്രായേലിയരിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ ഇസ്രായേലിയരുടെ മൃഗഗണത്തിൽ ഓരോ കടിഞ്ഞൂലിനും പകരമായും എടുക്കുക. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിയരിലെ ഓരോ ആദ്യജാതനെയും എണ്ണിത്തിട്ടപ്പെടുത്തി. ഒരു മാസവും അതിനു മേലും പ്രായമുള്ള ആൺകടിഞ്ഞൂലുകൾ മുഴുവൻ പേരുകളുടെ പട്ടികയിൽ അവരുടെ അംഗസംഖ്യ അനുസരിച്ച് 22,273 ആയിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, നീ ലേവായരെ ഇസ്രായേലിയരിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ അവരുടെ മൃഗഗണത്തിന് പകരമായും എടുക്കുക. ലേവായർ എനിക്കുള്ളവരാണ്. ഞാനാണ് കർത്താവ്. ലേവായർക്കിടയിൽ ശേഷിക്കുന്ന 273 പേരുടെ മോചനദ്രവ്യമായി ഇസ്രായേലിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് പ്രതിശേഷം 5 ഷെക്കൽ നീ സ്വീകരിക്കണം. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമാണ് നീ സ്വീകരിക്കേണ്ടത്. 1 ഷെക്കൽ 20 ഗേരായാണ്. അവരിൽ അധികമുള്ളവരുടെ മോചനദ്രവ്യമായി ആ പണം അഹ്റോനും അവന്റെ മക്കൾക്കും നീ നൽകണം. ലേവായരാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് പുറമെ ശേഷിക്കുന്നവരിൽ നിന്ന് മോചന തുകയായ പണം മോശ സ്വീകരിച്ചു. ഇസ്രായേലിയരുടെ കടിഞ്ഞൂൽ ഗണത്തിൽ നിന്ന് അവൻ സ്വീകരിച്ചത് വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 1365 പണമാണ്.
മോചനത്തുകയായ പണം കർത്താവിന്റെ നിർദ്ദേശപ്രകാരം മോശ അഹരോനും അവന്റെ മക്കൾക്കും നൽകി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. സങ്കീർത്തനങ്ങൾ 113 മുതൽ 118 വരെ. സങ്കീർത്തനം 113. നിസ്സാരരെ ഉയർത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസരെ സ്തുതിക്കുവേൻ, കർത്താവിന്റെ നാമം സ്തുതിക്കുവേൻ. ഇപ്പോൾ മുതൽ എന്നേക്കും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സൂര്യോദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്കും ഉപരിയാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനാകുന്നു. ആകാശത്തെയും ഭൂമിയെയും അവിടുന്ന് കുനിഞ്ഞു നോക്കുന്നു. നിസ്സാരനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് ദരിദ്രനെ ക്ഷാണകക്കുഴിയിൽ നിന്നും പൊക്കിയെടുക്കുന്നത് നേതാക്കന്മാരോടൊപ്പം, തന്റെ ജനത്തിന്റെ നേതാക്കന്മാരോടൊപ്പം അവനെ ഇരുത്താനാണ്. സന്തതി മാതാവായി സന്തോഷിക്കുന്ന വന്ധ്യയെ ഭവനത്തിൽ പാർപ്പിക്കുന്നവനാണ് അവിടുന്ന്. ഹല്ലേലൂയ. സങ്കീർത്തനം 114. ഇസ്രായേലിന്റെ പുറപ്പാടനുഭവം. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന്, യാക്കോബിന്റെ ഭവനം അന്യഭാഷാ ജനത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യൂദ അവിടുത്തെ വിശുദ്ധ സ്ഥലമായി തീർന്നു. ഇസ്രായേലായിരുന്നു അവിടുത്തെ ഭരണപ്രദേശങ്ങൾ. കടൽ ഒന്ന് നോക്കിയിട്ട് ഓടിയകന്നു. ജോർദാൻ പിൻവലിഞ്ഞു. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളിച്ചാടി. സമുദ്രമേ, നിനക്ക് എന്തുപറ്റി? നീ ഓടി അകലുകയാണല്ലോ. ജോർദാനെ, നീ പിൻവാങ്ങുകയാണല്ലോ. പർവ്വതങ്ങളെ, നിങ്ങൾ മുട്ടാടുകളെ പോലെ, കുന്നുകളെ, നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളിച്ചാടുകയാണല്ലോ. നാഥന്റെ സാന്നിധ്യം മൂലം, യാക്കോബിന്റെ സർവേശ്വരന്റെ സാന്നിധ്യം മൂലം ഭൂമിയെ വിറകൊള്ളുക. പാറയെ ജലാശയമാക്കുന്നവനാണ് അവിടുന്ന്, തീക്കല്ല് തന്റെ നീരുറവയാക്കുന്നവനും. സങ്കീർത്തനം 115. കർത്താവ് മാത്രം സ്തുത്യർഹനായ ദൈവം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. അങ്ങേ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി തിരുനാമത്തിന് മഹത്വം നൽകണമേ. അവരുടെ ദൈവം എവിടെയാണ് പോലും എന്ന് ജനതകൾ എന്തിനു പറയണം? ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്, മനുഷ്യന്റെ കരവേലയാണ്. അവയ്ക്ക് വായുണ്ട്, എന്നാൽ മിണ്ടുന്നില്ല. അവയ്ക്ക് കണ്ണുകളുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുകളുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയ്ക്ക് മൂക്കുണ്ട്, എന്നാൽ ഘ്രാണിക്കുന്നില്ല. കൈകളുണ്ടെങ്കിലും അവ സ്പർശിക്കുന്നില്ല. കാലുകളുണ്ടെങ്കിലും അവ നടക്കുന്നില്ല. അവയുടെ കണ്ടം കൊണ്ട് അവ സ്വരമുണ്ടാക്കുന്നില്ല. അവയെപ്പോലെയാണ് അവയുടെ നിർമ്മാതാക്കൾ, അവയിൽ ആശ്രയിക്കുന്ന എല്ലാവരും. ഇസ്രായേലെ, കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം. അഹരോന്റെ ഭവനമേ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുവേൻ. അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം. കർത്താവിനെ ഭയപ്പെടുന്നവരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം. കർത്താവ് നമ്മെ അനുസ്മരിച്ച് അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹരോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെ, വലിയവരോടൊപ്പം ചെറിയവരെ അവിടുന്ന് ആശീർവദിക്കും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വർദ്ധിപ്പിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങൾ അനുഗ്രഹീതരാണ്. ആകാശം കർത്താവിനുള്ള ആകാശമാണ്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയിരിക്കുന്നു. കർത്തനെ സ്തുതിക്കുന്നത് മരിച്ചവരല്ല, മൂകലോകം പോകുന്നവരാരുമല്ല. നമ്മളാണ് ഇപ്പോൾ മുതൽ എന്നേക്കും കർത്തനെ വാഴ്ത്തുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 116. കൃതജ്ഞത. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്റെ ദയാഭ്യർത്ഥനകളാകുന്ന സ്വരം അവിടുന്ന് ശ്രവിക്കുന്നല്ലോ. ഞാൻ വിളിച്ചപേക്ഷിച്ച എന്റെ ദിവസങ്ങളിൽ അവിടുന്ന് എന്റെ നേർക്ക് ചെവി ചായ്ച്ചുവല്ലോ. മരണപാശങ്ങൾ എന്നെ വലയം ചെയ്തും പാതാള ഞെരുക്കങ്ങൾ എന്നെ കണ്ടുമുട്ടിയും ഞാൻ ദുഃഖദുരിതങ്ങൾ നേരിടുമ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഓ കർത്താവേ, എന്റെ ആത്മാവിനെ വിടുവിക്കണമേ. കർത്താവ് ദയാലുവും നീതിമാനുമാണ്. ആർദ്രത കാട്ടുന്നവനാണ് നമ്മുടെ ദൈവം. കർത്താവ് സാധുക്കളുടെ കാവൽക്കാരനാണ്. ഞാൻ തകർന്നടിഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് രക്ഷയായി. എന്റെ ആത്മാവേ, നീ നിന്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങുക. എന്തെന്നാൽ കർത്താവ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്റെ ജീവനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ ഇടർച്ചയിൽ നിന്നും അവിടുന്ന് വിടുവിച്ചിരിക്കുകയാണല്ലോ. ജീവിക്കുന്നവരുടെ ദേശങ്ങളിൽ ഞാൻ കർത്തൃസന്നിധിയിൽ നടക്കും. ഞാൻ ഏറെ കഷ്ടപ്പെടുന്നു എന്ന് പ്രസ്താവിച്ചപ്പോഴും ഞാൻ വിശ്വസ്തനായിരുന്നു. മനുഷ്യവംശം മുഴുവൻ നുണ പറയുന്നുവെന്ന് എന്റെ പരിഭ്രാന്തിയിൽ ഞാൻ പറഞ്ഞുപോയി. എന്റെ മേലുള്ള കർത്താവിന്റെ ഉപകാരങ്ങൾക്ക് ഞാൻ അവിടത്തേക്ക് എന്ത് തിരികെ നൽകും?
രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ. തന്റെ ഭക്തരുടെ മരണം കർത്താവിന്റെ ദൃഷ്ടികളിൽ അമൂല്യമാണ്. ഓ കർത്താവേ, ഞാൻ തീർച്ചയായും അങ്ങേ ദാസനാണ്. അങ്ങേ ദാസീപുത്രനായ ദാസനാണ് ഞാൻ. അങ്ങ് എന്റെ ബന്ധനങ്ങൾ അഴിച്ചു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ. കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണത്തിൽ, ജെറുസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ. ഹല്ലേലൂയ. സങ്കീർത്തനം 117. സാർവത്രിക സ്തുതി. സകല ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സകല ജനപദങ്ങളെ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. എന്തെന്നാൽ നമ്മുടെ മേൽ അവിടുത്തെ കാരുണ്യം പ്രബലമാണ്. കർത്താവിന്റെ വിശ്വസ്തത ശാശ്വതമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 118. വിജയം ലഭിച്ചതിന് നന്ദി. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഇസ്രായേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അഹരോന്റെ ഭവനം പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിനെ ഭയപ്പെടുന്നവർ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഞെരുക്കത്തിൽ നിന്ന് ഞാൻ കർത്തനെ വിളിച്ചപേക്ഷിച്ചു. കർത്തൻ ഉദാരതയിൽ എനിക്ക് ഉത്തരമരുളി. എനിക്ക് വേണ്ടി കർത്താവുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാനാണ്? കർത്താവ് എന്നെ സഹായിക്കുന്നവനായി എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ എന്റെ ശത്രുക്കളെ നോക്കി നിൽക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. നേതാക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. ജനതകളെല്ലാം എന്നെ വളഞ്ഞു. കർത്താവിന്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. അവരെന്നെ വളഞ്ഞു, വല്ലാതെ വളഞ്ഞു. കർത്താവിന്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. തേനീച്ചകൾ പോലെ അവരെന്നെ വളഞ്ഞു. കണ്ടകാഗ്നി പോലെ അവർ കെട്ടടങ്ങി. കർത്താവിന്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. വീഴും വിധം ഞാൻ ആഞ്ഞു തള്ളപ്പെട്ടു. എന്നാൽ കർത്താവ് എന്നെ സഹായിച്ചു. കർത്തൻ എന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷയായി തീർന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ആനന്ദ പ്രകടനത്തിന്റെയും രക്ഷയുടെയും ആരവം. കർത്താവിന്റെ വലതു കൈ കരുത്തു കാട്ടുന്നു. കർത്താവിന്റെ വലതു കൈ ഉയർന്നിരിക്കുന്നു. കർത്താവിന്റെ വലത്തു കൈ കരുത്തു കാട്ടുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. കർത്തന്റെ പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. കർത്തൻ എന്നെ വല്ലാതെ ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. നീതിയുടെ കവാടങ്ങൾ നിങ്ങൾ എനിക്കായി തുറക്കുവേൻ. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്തന് കൃതജ്ഞത അർപ്പിക്കട്ടെ. ഇതാണ് കർത്താവിനുള്ള കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിച്ചു കൊള്ളട്ടെ. എനിക്ക് ഉത്തരമരുളുകയും എനിക്ക് രക്ഷയാവുകയും ചെയ്തതിനാൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് സംഭവിച്ചത് കർത്താവിൽ നിന്നാണ്. നമ്മുടെ ദൃഷ്ടികളിൽ വിസ്മരണീയമാണത്. കർത്താവ് ഒരുക്കിയ ദിവസം ഇതാണ്. ഇന്ന് നമുക്ക് ഉല്ലസിക്കാം, സന്തോഷിക്കാം. കർത്താവെ, ഞാൻ കെഞ്ചുന്നു, രക്ഷിച്ചാലും. കർത്താവെ, ഞാൻ കെഞ്ചുന്നു, വിജയിപ്പിച്ചാലും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്തൃഭവനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ആശീർവദിച്ചിരിക്കുന്നു. കർത്താവാണ് തമ്പുരാൻ, അവിടുന്ന് നമുക്ക് പ്രകാശമായിരിക്കുന്നു. ബലിപീഠത്തിന്റെ കൊമ്പുകൾ വരെ മരച്ചില്ലകളുമായി നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുവേൻ. അങ്ങാണ് എന്റെ ദൈവം. ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവേൻ. അവിടുന്ന് നല്ലവനല്ലോ, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്.